ആരാണ് ശരിക്കും വിശുദ്ധ തോമസ് അപ്പോസ്തലൻ? ഇദ്ദേഹം സംശയാലുവാണോ? ഇദ്ദേഹം എത്ര അവസരങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ സംസാരിക്കുന്നത്? എന്താണ് ദിദിമോസ് അല്ലെങ്കിൽ തോമസ് ഈ പേരുകളുടെ അർത്ഥം? Welcome to Word to Life. സെയിന്റ് തോമസ് അഥവാ തോമ എന്ന പേര് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്തായിരിക്കും? ഡൗട്ടിംഗ് തോമസ് അഥവാ സംശയാലുവായ തോമസ്. എന്നാൽ ശരിക്കും വിശുദ്ധ ബൈബിൾ തോമാശ്ലീഹയെ ഇങ്ങനെ തന്നെയാണോ അവതരിപ്പിക്കുന്നത്? സുവിശേഷങ്ങൾ ആഴത്തിൽ ധ്യാനിച്ചാൽ നാം അത്ഭുതപ്പെടും. കാരണം വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും ഇദ്ദേഹത്തെ സംശയിക്കുന്ന തോമ എന്ന് വിശേഷിപ്പിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം സംസാരിച്ച 3 അവസരങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്നു. ആ 3 സന്ദർഭങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നാം കാണുന്നത് മറ്റൊരു വ്യക്തിയെയാണ്. സംശയത്തിൽ തളർന്നുപോയ ഒരു മനുഷ്യനെയല്ല, മറിച്ച് ധൈര്യമായി ക്രിസ്തുവിനെ പ്രഘോഷിച്ച ഒരു ശിഷ്യനെയാണ്. ധൈര്യത്തിൽ ആരംഭിച്ച് അന്വേഷണത്തിലൂടെ വളർന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ച ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യൻ വിശുദ്ധ തോമാശ്ലീഹ. തോമാശ്ലീഹയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: വിശ്വാസം എന്നത് ചോദ്യങ്ങളില്ലാത്ത ജീവിതമല്ല, മറിച്ച് ചോദ്യങ്ങളിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന യാത്രയാണ് വിശ്വാസം. വിശുദ്ധ തോമാശ്ലീഹ സംസാരിച്ച 3 സന്ദർഭങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം. അദ്ദേഹം 3 ഭാഷയാണ് 3 അവസരങ്ങളിലും സംസാരിച്ചിരിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം സംസാരിച്ചത് ധൈര്യത്തിൻ്റെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് കറേജ്. യേശു ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് യൂദായിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ യേശുവിന് അത്ര സ്വീകാര്യതയില്ലായിരുന്ന യൂദാക്കാർ യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ മറ്റു ശിഷ്യരെല്ലാം പിന്നോട്ട് വലിഞ്ഞപ്പോൾ തോമാശ്ലീഹ അവർക്ക് ധൈര്യം നൽകിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഇപ്രകാരം പറയുന്നുണ്ട്: അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ആയതിനാൽ തോമാശ്ലീഹയുടെ ആദ്യ ഭാഷ സംശയത്തിൻ്റെ ഭാഷയല്ല, മറിച്ച് ധൈര്യത്തിൻ്റെ ഭാഷയായിരുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹം അവനെ ധൈര്യപ്പെടുത്തി. യഥാർത്ഥ ശിഷ്യത്വം സുരക്ഷിതമായ വഴികൾ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കലാണ്. രണ്ടാമതായി തോമസ് സംസാരിക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഷയിലാണ്, ദ ലാംഗ്വേജ് ഓഫ് സീക്കിംഗ്. അന്ത്യത്താഴവേളയിൽ യേശു ശിഷ്യരോട് പറയുന്നുണ്ട്: ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. എന്നാൽ മറ്റു ശിഷ്യരെല്ലാം നിശബ്ദരായി അത് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തോമസ് യേശുവിനോട് പറഞ്ഞു: കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഇതിന് മറുപടിയായാണ് യേശുക്രിസ്തു ലോകപ്രശസ്തമായ ഉത്തരം നൽകുക: ഞാനാണ് വഴിയും സത്യവും ജീവനും. അറിയാത്തത് അറിയാമെന്ന് അദ്ദേഹം നടിച്ചില്ല, സത്യത്തെ അന്വേഷിക്കുവാൻ നീരസം പ്രകടിപ്പിച്ചില്ല, മടി കാട്ടിയില്ല. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കും: ദൈവം തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല, മുഖം തിരിക്കുന്നുമില്ല. മൂന്നാമതായി തോമസ് അപ്പോസ്തലൻ സംസാരിച്ചത് സാക്ഷ്യത്തിൻ്റെ ഭാഷയാണ്, ദ ലാംഗ്വേജ് ഓഫ് ടെസ്റ്റിമണി. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും ഒരൊറ്റ ഉത്തരത്തിൽ, ഒരൊറ്റ സാക്ഷ്യത്തിൽ ലയിച്ചു: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതൊരു വാചകം മാത്രമല്ല, ഇതൊരു ജീവിതത്തിൻ്റെ പര്യവസാനമാണ്. വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ ജീവിതത്തെ ഇപ്രകാരം ചുരുക്കാം: ധൈര്യത്തോടെ ആരംഭിച്ച് അന്വേഷണത്തിലൂടെ വളർന്ന് വിശ്വാസത്തിൽ പൂർണ്ണത പ്രാപിച്ച ജീവിതം. ആയതിനാൽ സുവിശേഷത്തിൽ തോമാശ്ലീഹ സംശയത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവൻ്റെ പ്രതീകമാണ്, ധൈര്യം കാട്ടിയവൻ്റെ പ്രതീകമാണ്. സെയിന്റ് തോമസ് എന്ന പേരും അതിമനോഹരമാണ്. ഹെബ്രായ ഭാഷയിൽ തോമ എന്ന വാക്കിനർത്ഥം ഇരട്ട. ഗ്രീക്ക് ഭാഷയിലെ ദിദിമോസ് എന്ന പേരിനർത്ഥവും ഇരട്ട എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ സുവിശേഷങ്ങളിൽ പല സ്ഥലങ്ങളിലും തോമസ് എന്ന് വിളിക്കപ്പെടുന്ന ദിദിമോസ് എന്നൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പക്ഷേ വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം ഇരട്ട അല്ലെങ്കിൽ ഇരട്ട സഹോദരനിൽ ഒരുവൻ എന്ന് രേഖപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറ്റു സഹോദരൻ ആര് എന്നതിൽ വ്യക്തമായ ധാരണയില്ല, അല്ലെങ്കിൽ വ്യക്തത കുറവുണ്ട്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് മനഃപൂർവ്വം വിശുദ്ധ ബൈബിളിലൂടെ വിശ്വാസികൾക്ക് ഇത് വെളിപ്പെടുത്തി തരാതിരുന്നതാകാം. കാരണം അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ
ഞാനും നിങ്ങളും തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാകണം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോടും പറയുക. നിങ്ങളുടെയും ജീവിതം എന്നെപ്പോലെ ധൈര്യത്തിൽ ആരംഭിക്കട്ടെ, അന്വേഷണത്തിലൂടെ ദൈവത്തെ കണ്ടെത്തട്ടെ, ഒടുവിൽ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആരാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതവും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ പര്യവസാനിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ.